നമ്മുടെ എക്കണോമിക്സിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ ആണല്ലേ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസും ഇക്വേഷൻസും പഠിക്കാനുള്ളതും ആ ഒരു ചാപ്റ്റർ തന്നെയാണ്. എന്നാൽ ആ ചാപ്റ്ററിലെ ഇക്വേഷൻസ് എല്ലാം നമുക്ക് ഒരൊറ്റ മിനിറ്റ് കൊണ്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. ഇതിൽ മീൻ മീഡിയൻ മോഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് തന്നെ 3 സീരീസിലും കണ്ടുപിടിക്കണം. ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്. മീൻ ഇൻഡിവിജ്വൽ സീരീസിൽ സിഗ്മ എക്സ് ബൈ എൻ ആണ്, ഡിസ്ക്രീറ്റ് സീരീസിൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്, കണ്ടിന്യൂസ് സീരീസിൽ സിഗ്മ എഫ് എം ബൈ എൻ ആണ്. ഈ മീഡിയൻ ആണെങ്കിൽ സൈസ് ഓഫ് n+1/2 ഐറ്റം ആണ് ഇൻഡിവിജ്വലിലും ഡിസ്ക്രീറ്റിലും. പക്ഷേ ഇൻഡിവിജ്വലിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ സീരീസ് ആയിരിക്കും, ഡിസ്ക്രീറ്റിൽ n എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആയിരിക്കും. ഇനി കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ n/2 ഐറ്റം ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. മോഡ് ഇൻഡിവിജ്വൽ സീരീസിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം ആണ്, ഡിസ്ക്രീറ്റ് സീരീസിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഐറ്റം ആണ്. ദെൻ കണ്ടിന്യൂസ് സീരീസിൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇത് കൂടാതെ ക്വാർട്ടേഴ്സ് കൂടി ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ഒന്ന് നോക്കി വെച്ചേക്കുക. മീഡിയന്റെ അതേ ഇക്വേഷനും അതേ ഫോർമാറ്റും അതേ കാൽക്കുലേഷനും തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. Q1 ആകുമ്പോൾ n/2 വരുന്ന സ്ഥലത്തെല്ലാം n/4 ആകും എന്ന് മാത്രം. അതുപോലെ തന്നെ Q3 വരുമ്പോൾ അതിന്റെ കൂടെ ഒരു 3 മൾട്ടിപ്ലൈ ആകും. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ഇക്വേഷൻസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.